വേഗം വരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അവസാനം നമ്മൾ തന്നെ വേണ്ടിയെന്ന് ഓനെ അവിടുന്ന് കൊണ്ടുവരാൻ. 8 കൊല്ലം ജയിലിലും 2 കൊല്ലം പ്രാന്താസ്പത്രിയിലായി കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പടച്ചോന്റെ ബിസാരയായി കഴിഞ്ഞോളം പറയും. അവിടെ കിടക്ക്. പോവാ. നല്ല സ്പീഡില്. എനിക്ക് കൈ കുഴയുന്നുണ്ട്. ഇനി നീ ആട്ട്. വേണ്ട വേണ്ട, നീ തന്നെ ആട്ടിയാ മതി, ഞാൻ ആടാം. അച്ചു പറയുന്നത് കേൾക്ക്. വേണ്ട, പറയുന്ന കേൾക്ക് അച്ചു. ആട്ടിത്താ. എന്നാ ഇരിക്കി. വേഗാട്ട്. അയ്യോ മഴ. എന്നെ ഓടിക്കൂ. അമ്മ ഇവിടെ ഇല്ലാത്ത നന്നായി. അന്റെ കൈന്റെ അടുത്ത് അതാക്കണ്. അന്റെ ഉമ്മ വരുമ്പത്തേക്ക് 2 എണ്ണം കൂടെ പറിക്കടാ. ഇനി ഇവിടെ കാണില്ല. അതാക്കണ കൊമ്പിന്റെ മുകളില്. എവിടെ? അല്ലോ അന്റെ ഉമ്മച്ചി. ഇറങ്ങട താഴെ. കണ്ണ് തെറ്റിയപ്പ പേരക്കന്റെ മുള്ള ഒന്നും ഞാൻ ശരിയാക്കി. അടങ്ങി നിക്കടി അവിടെ. ഞാൻ ഈ മുടിയൊന്ന് കെട്ടട്ടെ. മെല്ലെ വലിക്കമ്മേ. ഓ, തല ഇളക്കാതെ നിക്കടി. ഇന്ന് രാമകൃഷ്ണ മാഷ ക്ലാസ്സാ. കണക്കൊന്നും ഞാൻ ചെയ്തില്ല. ആടി ഉറപ്പാ. ഞാൻ പോവാ. മതി, ഇത് പിടിക്ക്. അയ്യോ പോവല്ലടാ, ഞാനുണ്ട്. അമ്മേ ഞാൻ പോണേ. അയ്യോ, മഴ പെയ്തല്ലോ. ഈ കുട്ടികളോട്ട് കൊടയെടുത്തിട്ടില്ലല്ലോ. നീ ഇവിടെ ഒളിച്ചിക്കാതെ. എടാ എനിക്ക് ആകെ പേടിയുണ്ട്. അങ്ങോട്ട് ചെല്ല്. വേണ്ടടാ എന്ന് പറയണ്ട. ഒളിച്ചിരിക്കലടാ, അങ്ങോട്ട് ചെല്ല്. ചെല്ലങ്ങോട്ട്. എടാ എന്റെ കൂടെ ഇജ്ജും വാ. പിന്നെ നീ പോയാ മതി. അതെ ഇവിടെ എത്താറായി.
ഞാൻ പോവില്ല. അങ്ങോട്ട് ചെല്ലേ. ധൈര്യം കിട്ടാൻ എന്റെ മുഖം ഓർത്താ മതി. നിന്റെ മുഖം കാണുമ്പോഴേ ചിരിയാ വരുന്നത്. അതാ കുറച്ചോണം കാക്കണേ. ഇതെവിടെ എത്തി? സൈനബേ അതുകൊണ്ട് വെച്ച് ആകെ ചള. മൊത്തം കൊളാക്കില്ലേ? ഇങ്ങോട്ട് പോരെ. ഇപ്പൊ സമാധാനായല്ല. ഒരു മിനിറ്റ്. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാൻ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിന്റെ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്തായാലും വന്നേ പറ്റൂ. ഇന്ന് വരുമോ? ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെപ്പോഴാ പറ. നാളെ എന്തായാലും വരാം. ഉറപ്പാണോ? നാളെ എന്തായാലും വരാന്നേ. ഓക്കെ, ഞാൻ കാത്തിരിക്കും. ഹലോ, പിന്നെ വിളിക്കാം. നീ എന്റെ കൂടെ ഒരിടം വരെ ഒന്ന് വരണം. എവിടേക്ക്? അതൊക്കെ ഉണ്ട് പറയാം. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനാ. വാ. പോവാം. നമ്മളിപ്പോ പോണത് ഒരു എയ്ഡ്സ് രോഗിയുടെ വീട്ടിലേക്കാണ്. പേര് വസന്ത. ഭർത്താവിൽ നിന്ന് കിട്ടിയതാ എയ്ഡ്സ്. അയാൾ മരിച്ചു. സ്ഥിതി വളരെ കഷ്ടം. മോനെ, ഒന്ന് അമ്മയെ വിളിച്ചേ. ഇവിടെ ആരുമില്ലേ? ആ സാറന്മാരോ? ഇരിക്കൂ. ഞാൻ സത്യം വാരികയുടെ റിപ്പോർട്ടർ സലീം. ഇവിടെ ആരൊക്കെയുള്ള വീട്ടില്? മോനും ഞാനും. ഞാൻ കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം. പിന്നെ ഈ രോഗം വന്നതിന് ശേഷം ഏത് ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലാ. ശരി എന്നാ പോട്ടെ. ആ ഇതുകൊണ്ട് മുട്ടായി വാങ്ങിച്ചേട്ടാ. പോട്ടെ. സാറേ, അത്രയ്ക്ക് ഗതികേടൊന്നുമില്ല സാറേ. വാ.
അപ്പൊ ഞാൻ പോട്ടെ. എന്നാ ശരി ശരി, കാണാം. നിങ്ങളെ വസന്തേനെയും പറ്റി ആളുകൾ ഓരോന്ന് പറയണുണ്ടല്ലോ. ആളോട് പറഞ്ഞ് വിശ്വസിക്കണ്ടോ? അവളുടെ അവസ്ഥയോട് തോന്നിയ സിമ്പതി, മകനോട് തോന്നിയ ദയ, അത്രയേ ഉള്ളൂ. പിന്നെ ചില്ലറ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആരും ചെയ്യാത്ത ഞാൻ ചെയ്യുന്നു. അവർക്ക് എയ്ഡ്സ് ആണെന്ന് പറയണേ. അതിനെന്താ, അതും ഒരു മനുഷ്യജന്മ. ഈ പറഞ്ഞാൽ അപ്പുറം എന്തേലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായ ഞാൻ ഉണ്ടാവൂല. ഡാ സലീമോ, എന്തായിരുന്നു പോയില്ലേ? ഇല്ല, പോയില്ല. രാവിലെ എണീറ്റപ്പോൾ ഒരു പനി മാതിരി. പിന്നെ വിചാരിച്ചു നിന്നൊന്ന് കാണാമെന്ന്. കാരണം നാട്ടുകാരെ പറയുന്ന ചിലതൊക്കെ ഞാനും കേട്ടു. എന്താടാ ഇത്? അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവനെ സമൂഹം ഒറ്റപ്പെടുത്തും. ആ സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ടാവാം എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എടാ, അവളൊരു എയ്ഡ്സ് രോഗിയാണ്. എത്ര നാളുണ്ടാവുമെന്നറിയില്ല. ഒരു കുട്ടിയുമുണ്ട്. പോരാത്തതിന് അന്യ സമുദായത്തിൽപ്പെട്ടതും. ഇതൊക്കെ നിനക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. എന്നിട്ടും നീ എന്താ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കാത്തത്? പോട്ടെ, സൈനബയെ കുറിച്ചെങ്കിലും. ആലോചിച്ചതാ ഒരുപാട് വട്ടം. സൈനബയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും. സൈനബ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും വസന്തയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. സൈനബയുടെ സൗന്ദര്യമോ കുടുംബമഹിമയോ ഒന്നും അവൾക്കില്ല. പിന്നെ എയ്ഡ്സും. എന്നിട്ടും എനിക്ക് അവളെ ഇഷ്ടമാണ്. സൈനബയെയും